ആരാധകർ കാത്തിരുന്ന IPLന്റെ ലേലം വിളി നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 2:30 ലേലം വിളി ആരംഭിക്കുന്നത്. ഇപ്പോഴിതാ ലേലത്തിന് തൊട്ടുമുന്നേ മോക്ക് ഓപ്ഷൻ നടത്തിയിരിക്കുകയാണ്. ലേലത്തിൽ എങ്ങനെയായിരിക്കും ഓരോ ടീമുകളും വിളിക്കാൻ പോകുന്നത്, അതിന്റെ ട്രയൽ വെർഷനാണ് മോക്ക് ഓപ്ഷൻ. ഈയൊരു ലേലത്തിൽ റെക്കോർഡ് തുക ലഭിച്ചിരിക്കുന്നത് ഋഷഭ് പന്തിനാണ്. അപ്പോൾ മോക്ക് ഓപ്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മോക്ക് ഓപ്ഷനിൽ ഋഷഭ് പന്ത് 31 കോടിക്ക് പോയിരിക്കുകയാണ്. പഞ്ചാബ് കിങ്സ് ആണ് ഋഷഭ് പന്തിനെ വാങ്ങിയിരിക്കുന്നത്. പേഴ്സിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉള്ളത് പഞ്ചാബിനാണ്. 110 കോടിയാണ് അവരുടെ കയ്യിലുള്ളത്. രാഹുലിനെ RCB വാങ്ങിയിരിക്കുകയാണ്. 29 കോടി 50 ലക്ഷത്തിനാണ് മോക്ക് ഓപ്ഷനിൽ രാഹുലിനെ RCB വാങ്ങിയത്. അതുപോലെ ശ്രേയസിനെ KKR തന്നെ തിരിച്ചെടുത്തു 21 കോടിക്ക്. മിച്ചൽ സ്റ്റാർക്കിനെ വാങ്ങിയത് മുംബൈ ടീമാണ്. 18 കോടിക്കാണ് സ്റ്റാർക്കിനെ മുംബൈ ലേലത്തിൽ വാങ്ങിയിരിക്കുന്നത്. അതുപോലെ പഞ്ചാബ് അർഷദീപ് സിംഗിനെ 16 കോടി 50 ലക്ഷത്തിന് വാങ്ങിയിരിക്കുകയാണ്. ഇതേസമയം യുസ്വേന്ദ്ര ചഹലിനെ സ്വന്തമാക്കിയത് ഹൈദരാബാദാണ് 15 കോടിക്ക്. കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ടീമിലുണ്ടായിരുന്ന ഇഷാൻ കിഷനെ 15 കോടിക്ക് ഡൽഹി ടീം സ്വന്തമാക്കി. ഋഷഭ് പന്ത് ഡൽഹിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു കീപ്പറെ ആവശ്യമാണ്, അതും ഒരു ഇന്ത്യൻ താരത്തെ. അതുകൊണ്ടാണ് ഇഷാനെ ഡൽഹി ടീം വാങ്ങിയത്. ഇതേസമയം മാക്സ്വെലിന് വേണ്ടി രംഗത്ത് വന്നത് രാജസ്ഥാനായിരുന്നു. 18 കോടിക്കാണ് രാജസ്ഥാൻ മാക്സ്വെലിനെ വാങ്ങിയിരിക്കുന്നത്. ഇത് വെറും ഒരു ട്രയൽ ഓപ്ഷനാണ്. നാളത്തെ ഓപ്ഷൻ എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ ട്രയൽ സൂചന. നാളത്തെ ലേലത്തിൻ്റെ ഏകദേശ സൂചനയായിരിക്കും ഇന്നത്തെ ലേലം വിളി. നിലവിലിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. നാളത്തെ ശരിക്കുമുള്ള ലേലത്തിൽ ഋഷഭ് പന്തിനായിരിക്കും റെക്കോർഡ് തുക ലഭിക്കുന്നത്. IPLന്റെ ചരിത്രം തന്നെ ഋഷഭ് പന്ത് തിരുത്തി കുറിക്കും. അതായത് 30 കോടിക്ക് മുകളിൽ ഒരു താരത്തിനും ഇതുവരെ IPLൽ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളത്തെ ലേലത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണ്? അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.